നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിൽ തൊഴിൽ നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് കുവൈറ്റ്. ഒളിച്ചോടിയെന്ന് തൊഴിലുടമ പരാതി നൽകിയാൽ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് തൊഴിലാളിക്ക് പറയാനുള്ളതാകും ആദ്യം കേൾക്കുകയെന്ന് മാൻ പവർ അതോറിറ്റി. തൊഴിൽ തർക്കം പരിഹരിച്ചതിന് ശേഷമാകും ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുകയെന്ന് അതോറിറ്റിയിലെ തൊഴിൽ സംരക്ഷണ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ മുബാറക് അൽ ജഫൂർ പറഞ്ഞു. ഒളിച്ചോടിയെന്ന പരാതിയിൽ നാടുകടത്താൻ വിധിക്കുന്നവരിൽ കുട്ടികൾ, കുവൈറ്റിൽ പഠനം തുടരുന്നവർ, സ്വദേശി വനിതകളെ വിവാഹം ചെയ്തവർ, പലസ്തീൻ രേഖയുള്ളവർ എന്നിവരെ പെട്ടെന്ന് നാടുകടത്തില്ല. തൊഴിലുമായി ബന്ധപ്പെട്ട വകുപ്പിൽ പ്രത്യേക വ്യവസ്ഥകൾ തയ്യാറാക്കി. അടുത്തയാഴ്ച അത് പ്രാബല്യത്തിൽ വരും. ഗാർഹിക തൊഴിൽ നിയമം പരിഷ്കരിക്കാനും ആലോചനയുണ്ട്. സമൂഹത്തിന് ഗുണകരമാകുന്ന നിർദ്ദേശങ്ങൾ അതോറിറ്റി മുൻപാകെ സമർപ്പിക്കാം. നേപ്പാൾ, ഇത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഗാർഹിക തൊഴിലാളികൾ റിക്രൂട്ട് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. ഇത്യോപ്യയിൽ നിന്നുള്ള സംഘം ഈ മാസം കുവൈറ്റ് സന്ദർശിക്കുന്നുണ്ട്. ഗാർഹിക തൊഴിലാളി കുവൈറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കാര്യത്തിൽ കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളികളെ അയക്കുന്നത് ഫിലിപ്പീൻസ് നിർത്തിവച്ചതായി ഔദ്യോഗികമായി വിവരമൊന്നും കിട്ടിയിട്ടില്ല. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും കുവൈറ്റ് മാൻ പവർ അതോറിറ്റി നേരത്തെ അറിയിച്ചിരുന്നു. രാജ്യം എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും തൊഴിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ബാധ്യസ്ഥരാണെന്ന് പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചിരുന്നു. സർക്കാർ സ്ഥാപനങ്ങളും ഭരണഘടനാ അതോറിറ്റിയും സംയുക്തമായി തൊഴിലുടമകളുമായി തൊഴിലാളികൾക്കുള്ള ബന്ധം ശക്തമാക്കുന്ന പുതിയ തൊഴിൽ നിയമം നിർമ്മിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. സർക്കാർ പൊതുമേഖലയിൽ നിലവിലുള്ള ശക്തമായ തൊഴിലുടമ നിയമത്തിന് സമാനമായി സ്വകാര്യ മേഖലയിലും മാതൃകാപരമായ തൊഴിൽ നിയമം രാജ്യത്തുണ്ട്. തൊഴിലുടമ സംസ്കാരം നിലനിർത്തുന്നത് രാജ്യത്തിന് അഭിമാനമാണ്. അതേസമയം രാജ്യത്ത് നിലവിലുള്ള ശക്തമായ തൊഴിൽ നിയമത്തെക്കുറിച്ചും തങ്ങളുടെ തൊഴിൽ അവകാശങ്ങളെക്കുറിച്ചും മിക്കവാറും വിദേശ തൊഴിലാളികൾക്ക് അറിവില്ല. പ്രത്യേകിച്ചും വനിതാ തൊഴിലാളികൾക്ക് അർഹമായ പ്രസവ അവധിയെക്കുറിച്ചും വിദേശ തൊഴിലുകൾക്ക് വേണ്ടത്ര ബോധ്യമില്ല എന്നും അസീൽ പറഞ്ഞു. തൊഴിലാളികളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ അതീവ ഗൗരവത്തോടെയാണ് മാൻ പവർ അതോറിറ്റി കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.